ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മുടെ സനാതന ധർമ്മത്തിൽ ക്ഷേത്രങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വിശിഷ്ടമാണ്. പണ്ട് ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുമ്പോൾ എനർജി പോയിൻറ്റ്സ് നോക്കിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഒട്ടുമിക്കതും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് ഒരു ദേശത്തിൻ്റെ പൂർണ്ണ രക്ഷ എന്ന ഉദ്ദേശ്യമാണ് ആ ദേശത്തിലെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. 12 ജ്യോതിർലിംഗങ്ങൾ, 108 ദിവ്യദേശങ്ങൾ, അങ്ങനെ പോകുന്നു ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാ ശക്തിപീഠങ്ങൾ. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തെ ഇത്രമേൽ പ്രത്യേകത നാം കൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ആഗ്രഹപൂർത്തിക്കാണോ? അല്ല. അതായത് ഒരു ദേശത്തിൽ ആ ദേശത്തെ ജനതയ്ക്ക് ഫുൾ ആയിട്ടുള്ള രക്ഷ, അതാണ് ആ ദേശക്ഷേത്രം, ഗ്രാമക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അവയെല്ലാം ദേശത്തെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ ദേശവാസികളെ, ആ ദേശത്തെ രക്ഷ എന്ന ഉദ്ദേശമാണ് ക്ഷേത്രങ്ങൾ. പിന്നെ അവിടെ നിത്യ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ എപ്പോഴും നടക്കണം. അത് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള തന്ത്രിയുടെ ആഗമവിധിപ്രകാരമുള്ള താന്ത്രിക കർമ്മങ്ങൾ ആണ് വിധിച്ചിട്ടുള്ളത്. അതിലൊരു മാറ്റവും വരുവാൻ പാടില്ല. ഇപ്പോൾ ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വിധിയായിരിക്കില്ല നോർത്ത് ഇന്ത്യയിൽ. അതിൻ്റെ റൂട്ടീനിൽ വ്യത്യാസം ഉണ്ടാവും, താന്ത്രികത്തിൽ വ്യത്യാസം ഉണ്ടാവും, അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണോ വിധിച്ചിട്ടുള്ളത്, അതായത് തന്ത്രി പ്രതിഷ്ഠാ സമയത്ത് വിധിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, താന്ത്രിക വിധികൾ, അത് ഒരിക്കലും മാറുവാൻ പാടില്ല. അഥവാ അത് മാറിയാൽ ആ ക്ഷേത്രത്തിലെ എനർജി പോയിൻ്റ്, അതായത് ഈ പറയുന്ന പ്രതിഷ്ഠാമൂർത്തിയെ ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ ആ ഗ്രാമം പൂർണ്ണമായ ശോചനീയാവസ്ഥയിലായിരിക്കും, ജീർണിച്ചു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഈ തരത്തിലുള്ള എത്രയോ എനർജി പോയിൻറ്റ്സുകളെ നശിപ്പിച്ച് ആ ഗ്രാമം, ആ ദേശം അവരുടെ കൈവെള്ളയിലാക്കിയത്. ഇത് എപ്പോഴും ശക്തിയോടെ നിന്നാൽ മാത്രമേ ആ ദേശം എപ്പോഴും പോസിറ്റീവായിട്ടും ശക്തമായിട്ടും ഇരിക്കുകയുള്ളൂ. ഭഗവാൻ നോക്കിക്കോളും, ആ ദേശത്തെ രക്ഷകനായിട്ടെപ്പോഴും ഉണ്ടാവും. പക്ഷേ അവിടെ അശുദ്ധി വരികയോ ആ കർമ്മത്തിൻ്റെ അനുഷ്ഠാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരികയോ ചെയ്താൽ ആ ദേശത്തെ വരുതിയിലാക്കാൻ കൂടുതൽ ശ്രമിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വരുതിയിലാവും, ആർക്ക് വേണമെങ്കിലും പിടിച്ചടക്കാം. അതാണ് മുഗളന്മാരും ബ്രിട്ടീഷുകാരും നമ്മുടെ ഈ ഭാരതത്തെ അവരുടെ കൈവെള്ളയിലാക്കിയത്. താന്ത്രിക ആരാണോ ചെയ്യുന്ന അവരെ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തിപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത, ഒരു ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച് ആ ശക്തി ചൈതന്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ആ ദേശത്തെ ഉടനീളം അവരുടെ കൈവെള്ളയിലാക്കി.
അപ്പോൾ നമുക്ക് നാം മനസ്സിലാക്കണം, ക്ഷേത്രം എന്ന ഉദ്ദേശ്യം നമ്മളുടെ ഒരു ആരാധനാലയം മാത്രമല്ല, അതിലുമുപരി ദേശത്തെ രക്ഷിക്കാൻ കൂടിയിട്ടാണ് പൂർവികന്മാർ ഇത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിനാണ് ശക്തിപീഠമെന്നും അതിന് നമുക്ക് പേരിടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിൽ ഒരു ട്രെൻഡായിരിക്കുകയാണ് ക്ഷേത്രങ്ങളുടെ അനുഷ്ഠാനങ്ങളെ മാറ്റം വരുത്തുവാനുള്ള ശ്രമം. അതേത് രീതിയിലാണെങ്കിലും അന്ധവിശ്വാസം നമുക്ക് മാറ്റാം. പക്ഷേ നമ്മൾ പണ്ട് മുതലേ ആ ക്ഷേത്രത്തിൽ ഏതാണോ അനുഷ്ഠാനങ്ങൾ, അതിൽ മാറ്റം വരുത്തിയാൽ അത് നമ്മുടെ സർവനാശത്തിന് നമ്മൾ കൊടി പിടിക്കുന്നത് പോലെയാവും. അപ്പോൾ ക്ഷേത്രങ്ങൾ നാം മനസ്സിലാക്കിയ രീതിയല്ല ശരിക്കും ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. നമ്മൾ ക്ഷേത്രത്തെ നമ്മുടെ കാര്യസാധ്യതയ്ക്കോ അല്ലെങ്കിൽ അനുഷ്ഠാനത്തിനോ, അതായത് ഒരു പേഴ്സണലൈസ് അല്ല ക്ഷേത്രങ്ങൾ. അതിലുമുപരി അതൊരു രക്ഷാകവചമാണ് ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. അതിലെ അനുഷ്ഠാനങ്ങൾ, ആഗമവിധികളൊക്കെ എന്താണോ പ്രതിഷ്ഠാസമയത്ത് തന്ത്രി വിധിച്ചിട്ടുള്ളത്, അതിലൊരു മാറ്റവും വരുവാൻ പാടില്ല. അഥവാ മാറ്റം വന്നാൽ അത് സനാതനധർമ്മത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ്. അത് ആ ഗ്രാമം ആ ദേശം തന്നെ നാശത്തിന് വഴിയൊരുക്കും. അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ ഈ അനുഷ്ഠാനത്തിന് മാറ്റം വന്ന് ജീർണിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആ ദേശവും അതുപോലെ ജീർണാവസ്ഥയിലുമായിട്ടുമുണ്ട്. അപ്പോൾ അതിനൊന്നും കൂട്ടാക്കാതെ നമ്മളുടെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ അവകാശമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു അവകാശത്തിനുമുപരി എല്ലാവരുടെയും രക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ